നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ ഇന്നും കുറവ്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി 1000-ൽ താഴെയായി തുടരുകയാണ്. അതേസമയം പ്രതിദിന രോഗമുക്തി 1000-ന് മുകളിലാവുകയും ചെയ്തു. 24 മണിക്കൂറിനിടെ 1076 പേർ സുഖം പ്രാപിച്ചപ്പോൾ 986 പേർക്ക് മാത്രമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 13 പേർ മരിച്ചു. രാജ്യത്ത് ഇതുവരെ ആകെ 4,27,370 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 4,10,816 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 7,085 ആയി. രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി 9,469 പേർ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 1,341 പേരുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒമാനിൽ കോവിഡ് ബാധിച്ച് 18 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 2,138 ആയി. 787 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. ഇതോടെ ആകെ രോഗികൾ 2,02,137 ആയി. ഇവരിൽ 1,85,607 പേർ രോഗമുക്തരായി. 96 പേരെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 732 ആയി. ഇവരിൽ 263 പേർ ICUവിലാണ്. കുവൈറ്റിൽ 2 മാസത്തിലേറെ കാലത്തിന് ശേഷം ഒരു ദിവസത്തെ കോവിഡ് കേസുകൾ 1000-ന് താഴെയായി. ഞായറാഴ്ച 992 പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇതുവരെ 2,85,068 പേർക്ക് കോവിഡ് ബാധിച്ചു. ഞായറാഴ്ച 1,317 പേർ ഉൾപ്പെടെ 2,69,633 പേർ രോഗമുക്തി നേടി. 10 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 1,645 ആയി. ബാക്കി 13,790 പേരാണ് ചികിത്സയിലുള്ളത്. 210 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. 24,03,736 പേർക്കാണ് ഞായറാഴ്ച വരെ വൈറസ് പരിശോധന നടത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള വിമാനയാത്രക്കാർക്ക് UAE സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് നീട്ടിയതായി അറിയിച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ 14 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ പോയിട്ടില്ലെന്ന് ബോധിപ്പിക്കണം. എന്നുവരെയാണ് വിലക്കെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ചരക്ക് വിമാനങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ UAE പൗരന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, ഔദ്യോഗിക പ്രതിനിധികൾ, ബിസിനസ്, വിമാനയാത്രക്കാർ, ഗോൾഡൻ റെസിഡൻസ് പാസ്സുള്ളവർ തുടങ്ങിയവർക്ക് വരാൻ തടസ്സമില്ല. വന്നിറങ്ങുമ്പോൾ 48 മണിക്കൂർ മുമ്പ് നൽകിയ സാമ്പിളിന്റെ അംഗീകൃത ലാബിൽ നിന്നുള്ള RT-PCR പരിശോധനാ ഫലം ഹാജരാക്കുകയും വേണം. സൗദി അറേബ്യയുടെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിക്ഷേപിച്ച ഹൂതി ഡ്രോൺ അറബ് സഖ്യസേന തകർത്തു. തിങ്കളാഴ്ച വൈകിട്ടാണ് യമൻ വിമത സായുധ സംഘമായ ഹൂതികളുടെ ഡ്രോൺ ആക്രമണ ശ്രമം നടന്നത്. ആക്രമണത്തിൽ ജീവാപായമോ പരിക്കുകളോ ഇല്ല. ഡ്രോൺ ആക്രമണം പരാജയപ്പെടുത്തുന്നതിനിടെ ചീളുകൾ പതിച്ച് വിമാനത്താവള കോമ്പൗണ്ടുകളിലും ഗ്രൗണ്ട് സർവീസ് നടത്തുന്ന ചില വാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് തീർത്ത വിലക്കുകൾ മറികടന്ന് ഇപ്രാവശ്യം ദുബായിലുള്ളവർക്ക് പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ നിർവഹിക്കാം. അതേസമയം മറ്റുള്ളവയ്ക്ക് 5-ലധികം പേർ ഒത്തുകൂടുന്നത് നിരോധിച്ചു. അത്തരം ഒത്തുകൂടൽ സംഘടിപ്പിക്കുന്നയാൾക്ക് 50,000 ദിർഹവും പങ്കെടുക്കുന്ന ഓരോ അതിഥിക്കും 15,000 ദിർഹവും പിഴ ഈടാക്കും. UAE ദുരന്ത നിവാരണ സമിതിയാണ് ഈദ്ഗാഹുകൾക്കും പള്ളികളിലെ പെരുന്നാൾ നമസ്കാരത്തിനും അനുമതി നൽകിയത്. എന്നാൽ കർശനമായ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരക്കും കൂടിച്ചേരലും അനുവദിക്കില്ല. പ്രവേശനം 15 മിനിറ്റിന് മുമ്പ് മാത്രമായിരിക്കും. നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ ഈദ്ഗാഹും പള്ളികളും അടയ്ക്കണം. ഒമാനിലെ ഇന്ത്യക്കാരായ പ്രവാസികളിലെ കോവിഡ് മൂലം പ്രയാസപ്പെടുന്നവർക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ സൗജന്യമായി ലഭിക്കും. ഇന്ത്യൻ എംബസിയാണ് 5 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വാങ്ങി പ്രവാസി സമൂഹത്തിന്റെ ഉപയോഗത്തിനായി ഒരുക്കിയത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് വഴിയാണ് ആവശ്യക്കാർക്ക് ഇത് എത്തിച്ചു നൽകുക. മസ്കറ്റിൽ നിന്നാണ് ഉപകരണം വില കൊടുത്ത് വാങ്ങിയത്. ശ്വസിക്കുന്നതിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വീട്ടിലെത്തിച്ച് ഇത് ഉപയോഗപ്പെടുത്താം. ഇന്ത്യക്കാരല്ലാത്തവർക്കും ആവശ്യമുണ്ടെങ്കിൽ നൽകുന്നത് പരിഗണിക്കുമെന്ന് എംബസി അധികൃതർ പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങളോടെ സുരക്ഷിതമായ അവധി ആഘോഷം വാഗ്ദാനം ചെയ്യുകയാണ് ഷാർജ. പെരുന്നാൾ ആഘോഷത്തിന് നിറം പകരാൻ വിവിധ പരിപാടികൾക്ക് പുറമെ പ്രത്യേക കിഴിവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷാർജയിലെ വിനോദ കേന്ദ്രങ്ങൾ. കുട്ടികൾക്ക് അറിവും ആനന്ദവും പകരുന്ന പരിശീലന കളരികളും സൗജന്യ പ്രദർശനങ്ങളും തൊട്ട് കുടുംബസമേതം പ്രകൃതി കാഴ്ചകൾ ആസ്വദിച്ച് ആഡംബര ഹോട്ടലുകളിലെ താമസം വരെ നീളുന്ന ഈദ് വിരുന്നുകൾ ഷാർജ നിക്ഷേപ വികസന വകുപ്പ് കീഴിലുള്ള വിവിധ വിനോദ കേന്ദ്രങ്ങളിലും ഉണ്ട്. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് 460 തടവുകാരെ പൊതുമാപ്പ് നൽകി വിട്ടയക്കാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മോചിതരാകുന്നവരിൽ 161 പ്രവാസികളും ഉൾപ്പെടുന്നു. വിവിധ കുറ്റകൃത്യങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്നവർക്കാണ് മോചനം സാധ്യമായത്. ഖത്തറിൽ കോവിഡ് സാഹചര്യം മോശമായതിനാൽ അടച്ചിട്ട സ്കൂളുകൾ മെയ് 28 മുതൽ പുനരാരംഭിക്കും. നിലവിൽ ഓൺലൈനായി മാത്രമാണ് ക്ലാസുകൾ നടക്കുന്നത്. എന്നാൽ രോഗികൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മെയ് 28 മുതൽ നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളുകളും
തുറക്കുന്നത്. നേരിട്ടുള്ള ക്ലാസ് റൂം പഠനം, ഓൺലൈൻ പഠനം എന്നിവ സമന്വയിപ്പിച്ചുള്ള ബ്ലെൻഡഡ് അധ്യയന രീതിയായിരിക്കും സ്കൂളുകളിൽ തുടരുക. ആകെ ശേഷിയുടെ 30% മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. രണ്ടാം ഘട്ട നിയന്ത്രണം നീക്കൽ ജൂലൈ 9 മുതലാണ് തുടരുക. ഈ ഘട്ടത്തിൽ സ്കൂളുകൾക്ക് 50% ശേഷിയിൽ പ്രവർത്തിക്കാം. അധ്യാപകർക്കും ജീവനക്കാർക്കും നേരത്തെ തന്നെ വാക്സിൻ നിർബന്ധമാക്കിയതാണ്. നഴ്സറികൾ, ചൈൽഡ് കെയർ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് മെയ് 28 മുതൽ 30% ശേഷിയിൽ പ്രവർത്തിക്കാം. എന്നാൽ എല്ലാ ജീവനക്കാരും വാക്സിൻ സ്വീകരിച്ചവരാകണം. രണ്ടാം ഘട്ടത്തിൽ ഇവയ്ക്ക് 30% ശേഷിയിലും മൂന്നാം ഘട്ടത്തിൽ 50% ശേഷിയിലും പ്രവർത്തിക്കാവുന്നതാണ്.